നമസ്കാരം. എന്തായിരുന്നാലും രാഷ്ട്രീയം പറയുമ്പോൾ തീർച്ചയായും തൃശ്ശൂരിനെ അനുസ്മരിക്കാതെ പോകുന്നത് ശരിയാവില്ല. തൃശ്ശൂരിനെ കുറിച്ച് പറയുമ്പോൾ തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം ഒരു സമിതിയൊക്കെ രൂപീകരിച്ച് തൃശ്ശൂരിൽ എന്തുകൊണ്ട് കെ മുരളീധരൻ തോറ്റു എന്നതിനെക്കുറിച്ചൊരു അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. ഇതിലെ പല കണ്ടെത്തലുകളും വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അംഗീകരിക്കുകയും ചെയ്തതാണ്. മുതിർന്ന നേതാക്കൾ എന്ന് പറയുമ്പോൾ നേതൃത്വത്തിലുള്ള പലരും ഇത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ തൃശ്ശൂരിനെ നോക്കുമ്പോൾ തൃശ്ശൂരിൽ സത്യത്തിൽ 9.75% വോട്ടിൻ്റെ കുറവാണ് സത്യത്തിൽ കെ മുരളീധരന് ഉണ്ടായത്. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ എന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ കെ മുരളീധരന് വലിയൊരു പ്രസക്തിയുണ്ട്. കെ മുരളീധരൻ അതിശക്തനായ ഒരു നേതാവാണ്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ ഒരു ഒട്ടുമിക്ക പ്രവർത്തകർക്കും കെ മുരളീധരനെ വളരെയധികം താല്പര്യമുണ്ട്. എന്നിരുന്നിട്ട് പോലും കെ മുരളീധരൻ അവിടെ നേടിയത് 3,28,124 വോട്ടുകൾ മാത്രമാണ്. അതായത് 9.75% വോട്ടിൻ്റെ കുറവ്. എന്നാൽ അതിന് തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കാം. TN പ്രതാപൻ എന്ന് പറയുന്ന നേതാവ് അവിടെ നിന്നും MP ആയപ്പോൾ അദ്ദേഹം നേടിയത് 4,15,689 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് TN പ്രതാപൻ അവിടെ നിന്ന് ജയിച്ചു കയറിയത്. അതായത് അന്ന് TN പ്രതാപൻ്റെ വോട്ട് ശതമാനം 1.71% അത്രയും വോട്ടിൻ്റെ വർധന ഉണ്ടാക്കിയെടുക്കാൻ TN പ്രതാപന് കഴിഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് TN പ്രതാപന് പകരം അവിടെ ശക്തനായ, TN പ്രതാപനെക്കാട്ടിൽ എന്തുകൊണ്ടും വളരെയധികം ശക്തനായ ഒരു നേതാവ് തന്നെയാണ് കെ മുരളീധരൻ. കെ മുരളീധരൻ എത്തിയപ്പോൾ വോട്ട് ഷെയർ കുറഞ്ഞു പോയത് എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയം തോന്നും. അതേ സംശയം തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാരെ കൊണ്ട് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുന്നതിന് പ്രേരിപ്പിച്ചത്. ആ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ TN പ്രതാപനുണ്ട്, ജോസ് വെള്ളൂരുണ്ട്, MP വിൻസെന്റ്. ഈ 3 നേതാക്കൾ ഇതിനകത്ത് വലിയ തോതിൽ കള്ളക്കളി കളിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇക്കാര്യം VD സതീശനും കൃത്യമായി കുറ്റമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഇവർ 3 പേരും കൂടി കള്ളക്കളി കളിച്ചു എന്നുള്ള കാര്യം വ്യക്തമാവുമ്പോഴും അന്ന് സീറ്റ് നൽകാതെ ഒഴിവാക്കിയതിന് പകരമായി TN പ്രതാപനെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാക്കി മാറ്റുകയും ചെയ്തു. എന്നിട്ടും അവിടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇവർ 3 പേരും, അതായത് TN പ്രതാപൻ, ജോസ് വെള്ളൂര്, അതോടൊപ്പം തന്നെ MP വിൻസെന്റ്, ഇവർ 3 പേരും കെ മുരളീധരനെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് കരുതേണ്ടത്, എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. കരുതൽ മാത്രമല്ല, അത് എന്തുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, അതിൻ്റെ പ്രധാന കാരണമായി പലപ്പോഴും ഉയർന്നു വരുന്ന ഒന്ന് KC വേണുഗോപാൽ എന്ന ഹൈക്കമാൻഡിൻ്റെ അല്ലെങ്കിൽ AICC ജനറൽ സെക്രട്ടറിയുടെ പേരാണ് ഉയർന്നു വരുന്നത്. അതായത് ഈ നേതാക്കന്മാരെല്ലാവരും ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിച്ചപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പരിപാടികൾക്കായി സ്വന്തം മണ്ഡലത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആലപ്പുഴയിലെത്തിക്കൊണ്ട് KC വേണുഗോപാലിനെ പരമാവധി സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ, അല്ലെ KC വേണുഗോപാലിൻ്റെ വിജയത്തിനായി പരിശ്രമിക്കുകയായിരുന്നു. അതായത് KC വേണുഗോപാൽ അടങ്ങുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ശക്തി പ്രാപിച്ചു വരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിരുന്നാലും ശരി, തങ്ങൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയില്ല എന്ന ഉത്തമ വിശ്വാസം ഈ പറഞ്ഞ 3 നേതാക്കൾക്കുമുണ്ട്. TN പ്രതാപനുമുണ്ട്, ജോസ് വെള്ളൂരിനുമുണ്ട്, അതോടൊപ്പം MP വിൻസെന്റിനുമുണ്ട്. അന്ന് ഇവിടെ പ്രശ്നം നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ തോറ്റു. അതിന് പ്രധാന ഉത്തരവാദികൾ അവിടുത്തെ ജില്ലാ ഘടകമാണ് എന്ന് മനസ്സിലാക്കിയതിന് തൊട്ടു പിന്നാലെ ജോസ് വെള്ളൂരിനെ അവിടെ നിന്ന് DCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും എടുത്തു മാറ്റുകയും ചെയ്തു. പക്ഷേ അപ്പോഴും TN പ്രതാപൻ എന്ന് പറയുന്ന നേതാവ് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായി മാറിക്കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനകത്ത് തന്നെ ഒരു ചെറിയ ചർച്ച വരുന്നുണ്ട്. TN പ്രതാപനെ എത്രയും പെട്ടെന്ന് സ്ഥാനമാനങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. അതായത് ജോസ് വെള്ളൂരിനെ മാറ്റി നിർത്തി നടപടിയെടുത്തതുപോലെ, MP വിൻസെന്റിന് നടപടിയെടുത്തതുപോലെ TN പ്രതാപനെയും സ്ഥാനമാനങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ശക്തമായ രീതിയിൽ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ പറയുന്ന പോലെ KC വേണുഗോപാൽ അടക്കമുള്ള, അല്ലെ KC വേണുഗോപാൽ നേതൃത്വം നൽകുന്ന ഒരു ശക്തമായ ഗ്രൂപ്പ് തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ആരും തള്ളിക്കളയുന്നില്ല. എന്തിന് KPCC അധ്യക്ഷൻ K സുധാകരൻ പോലും തള്ളിക്കളയുന്നില്ല. ഇതെല്ലാം അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും എന്നുള്ളത് തന്നെയാണ് KPCCയും മുതിർന്ന നേതാക്കളും അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വവും കരുതുന്നത്. പക്ഷേ ഇവർക്കെല്ലാം ഒരു കോൺഫിഡൻസ് ഉണ്ട്.
അതായത് തങ്ങൾ പ്രവർത്തിച്ചത് KC വേണുഗോപാലിന് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ആയതുകൊണ്ട് തന്നെ തങ്ങളെ തൊടാൻ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം ഒന്നറയ്ക്കും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ്, അമിതാത്മവിശ്വാസം സത്യത്തിൽ ഇവർക്കെല്ലാവർക്കുമുണ്ട്. സത്യത്തിൽ അത് നേര് തന്നെയാണ്. KC വേണുഗോപാലാണല്ലോ ഇപ്പോൾ കേരളത്തിന്റെ ഹൈക്കമാൻഡ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നത്. K സുധാകരനും VD സതീശനും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ K സുധാകരനെ കുറിച്ചുള്ള പരാതികൾ ചെന്ന് VD സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നതും നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ KC വേണുഗോപാലിന്റെ അടുക്ക തന്നെയാണ്. ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും മുഖ്യ പങ്ക് വഹിച്ച ഒരാൾ KC വേണുഗോപാൽ തന്നെയാണ്. ഇവിടുത്തെ പല രാഷ്ട്രീയപരമായ പല കാര്യങ്ങളിലും കോൺഗ്രസിന്റെ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നത് KC വേണുഗോപാൽ തന്നെയാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാൽ ഏറെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. ആ സാഹചര്യത്തിൽ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന, KC വേണുഗോപാലിന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന ഒരാളെ പോലും തൊടാൻ ഇവിടുത്തെ നേതൃത്വത്തിന് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇനിയൊരു പ്രശ്നമുള്ളത്, ഇനിയിപ്പോൾ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. ചേലക്കരയിൽ വിജയിക്കുക എന്നുള്ളത് ശക്തമായ ഒരു തീരുമാനമാണ്. ചേലക്കരയിൽ എന്ത് വില കൊടുത്തും കോൺഗ്രസ് പാർട്ടിക്ക് സീറ്റ് കൊണ്ടുവന്നേ പറ്റൂ. കാരണം ലോക്സഭയിലെ നാണംകെട്ട ഈ പരാജയം, അല്ലെങ്കിൽ കെ മുരളീധരനെ തോൽപ്പിച്ച ഈ ഒരു നാണക്കേടിൽ നിന്നും കോൺഗ്രസ് പാർട്ടിക്ക് മുക്തരാവണമെങ്കിൽ ചേലക്കര പിടിച്ചെടുത്തേ പറ്റൂ. അതിനുവേണ്ട ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിക്കും എന്നാണ് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത്. VK ശ്രീകണ്ഠൻ ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂരിലെ ഈ ഗ്രൂപ്പ് പോര് ശക്തമാവുകയാണെങ്കിൽ തീർച്ചയായും ചേലക്കരയും ഇത്തവണ നഷ്ടപ്പെടും. നമുക്കറിയാവുന്ന പോലെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു കനത്ത വോട്ട് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 9.75% വോട്ട് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അത് ചെറിയൊരു കണക്കൊന്നുമല്ല. അതേസമയം ഏകദേശം 90 ലക്ഷത്തോളം വോട്ടുകളാണ് കഴിഞ്ഞ തവണ TN പ്രതാപൻ പിടിച്ചത്. അപ്പോൾ അതായത് ഈ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന, TN പ്രതാപനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ഈ മുരളീധരന്റെ വരവിനെ താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ്. അതായത് ഇനിയിപ്പോൾ എത്ര കണ്ട് പരിശ്രമിച്ചാലും ചേലക്കര പോലെ ഒരു മണ്ഡലം പിടിക്കണമെങ്കിൽ ഈ കോൺഗ്രസിനകത്ത്, തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന എല്ലാ വിഭാഗീയതയും അവസാനിച്ചേ പറ്റൂ. അല്ലാത്ത പക്ഷം ചേലക്കരയിൽ നിന്ന് CPM, അല്ലെങ്കിൽ ചേലക്കര CPM നിലനിർത്തും എന്നുള്ള കാര്യം തീർച്ചയാണ്.